ഖത്തറിനോടുള്ള നിലപാട് ആവർത്തിച്ചുറപ്പിച്ച് സൗദി അനുകൂല രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ബഹ്റൈനിൽ നടന്നു. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും ഇവ ഖത്തർ അംഗീകരിച്ചാൽ വിഷയത്തിൽ സംഭാഷണത്തിന് തയ്യാറാകുമെന്നും യോഗാനന്തരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർ വ്യക്തമാക്കി. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, ഈജിപ്ത് എന്നീ 4 രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരാണ് ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. തങ്ങൾ ഉന്നയിച്ച 13 ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ഭീകര സംഘങ്ങൾക്ക് ഫണ്ട് നൽകുന്നത് അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് യോഗം ഖത്തറിനോട് ആവശ്യപ്പെട്ടു. തങ്ങളുടെ ആവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിക്കണമെന്ന നിബന്ധനയോടെ ഖത്തറുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് യോഗാനന്തരം നടന്ന വാർത്താ സമ്മേളനത്തിൽ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. ഇറാനുമായി കക്ഷി ചേർന്ന് അറബ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഖത്തറിന്റെ സമീപനം അംഗീകരിക്കാനാവില്ല. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഖത്തർ ഗൗരവത്തിലെടുത്തില്ലെന്ന് സൗദി വിദേശകാര്യമന്ത്രി ആദിൽ അൽ ജുബൈർ കുറ്റപ്പെടുത്തി. ഹജ്ജിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്ന ഖത്തറിന്റെ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്യാമറ പേഴ്സൺ സുഫൈൽ മാടായിക്കൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഇറാൻ ഭരണകൂടത്തിന് അറബ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ട്രോജൻ കുതിരയാകാൻ ഖത്തറിനെ അനുവദിക്കില്ലെന്ന് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി. സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് അൽ ഖലീഫ ഇക്കാര്യം വ്യക്തമാക്കിയത്. അറബ് മേഖലയിൽ ഇറാന്റെ താൽപര്യങ്ങൾക്ക് കടന്നുകയറാൻ ഖത്തറിനെ ഉപയോഗിക്കാമെന്ന് കരുതരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അൽ ജസീറ ചാനലിനെ ഉപയോഗിച്ച് അറബ് രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന സമീപനം ഖത്തർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭീകരവാദ പ്രവർത്തനങ്ങളെ ഖത്തർ സഹായിക്കുന്നുവെന്നത് തികച്ചും തെറ്റായ ആരോപണമാണെന്ന് ഇറാഖ് മുൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അയാദ് അലാവി. 2010-ൽ ഖത്തർ ഇറാഖിനെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇറാഖിൽ ഏതെങ്കിലും ഭീകരവാദ സംഘടനകളെയോ വിഭാഗത്തെയോ ഖത്തർ സഹായിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ ഇല്ലാതെ തന്നെ സഹോദര രാജ്യങ്ങളെന്ന പരിഗണന നൽകി കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്നതാണ് നിലവിലെ പ്രശ്നങ്ങളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CC സെക്രട്ടറി ജനറലിനെ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം പ്രഖ്യാപിച്ച് ഖത്തർ ഉപപ്രധാനമന്ത്രിയും പെട്രോളിയം മന്ത്രിയുമായിരുന്ന അബ്ദുള്ള ബിൻ ഹമദ് അൽ അത്തിയ രംഗത്ത്. GCC അംഗരാജ്യങ്ങളിൽ ഒന്നിനുമേൽ ഏതാനും അംഗങ്ങൾ ചേർന്ന് ഉപരോധം പ്രഖ്യാപിച്ച ജൂൺ 5 മുതൽ GCC സെക്രട്ടറി ജനറലിനെ കാണാനില്ലെന്നാണ് അബ്ദുള്ള അൽ അത്തിയയുടെ ആക്ഷേപം. GCC അംഗരാജ്യങ്ങൾക്കിടയിൽ ഉടലെടുത്ത അതിരൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിൽ അതിന്റെ സെക്രട്ടറി ജനറൽ മറഞ്ഞിരിക്കുന്നത് ഏറെ ദുഃഖകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൗദി അറേബ്യയിൽ നടപ്പിലാക്കിയ വിവിധ ഫീസുകളുടെ കാരണം പറഞ്ഞ് അവശ്യ സാധനങ്ങളുടെ വിലവർധന അനുവദിക്കില്ലെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വില വർദ്ധിപ്പിക്കാൻ ആർക്കും അനുവാദം നൽകിയിട്ടില്ലെന്ന് മന്ത്രാലയം വിവിധ ചേംബർ ഓഫ് കൊമേഴ്സുകൾക്ക് അയച്ച സർക്കുലറിൽ വിശദീകരിച്ചു. വിപണിയിൽ വരും ദിവസങ്ങളിൽ കർശന പരിശോധന നടത്തുമെന്നാണ് സൂചന. ആശ്രിത ഫീസ് അടക്കമുള്ള കാരണം പറഞ്ഞുള്ള അനാവശ്യ സാധനങ്ങളുടെ വിലവർധനവ് തടയാനുള്ള നടപടികളാണ് വാണിജ്യ മന്ത്രാലയം ആരംഭിച്ചത്. സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രാലയം ചേംബറുകൾക്ക് അയച്ച സർക്കുലറിൽ വ്യക്തമാക്കി. വിദേശ തൊഴിലാളികളുടെ ആശ്രിതർക്കുള്ള ഫീസ് നടപ്പിലാക്കിയ ശേഷം ചില അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിച്ചതായി മന്ത്രാലയത്തിന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കുലർ ഇറക്കിയത്. ചെറുതും വലുതുമായ മുഴുവൻ സ്ഥാപനങ്ങളും എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പ്രദർശിപ്പിക്കണമെന്നും കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് പരിശോധിക്കാൻ അടുത്ത 1 മാസം പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. നിയമം പാലിക്കാത്തവരുടെ അനുമതി റദ്ദാക്കുന്നതടക്കമുള്ള കർശന നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതലും ചെറിയ കടകളാണ് നിയമം ലംഘിക്കുന്നതെന്നാണ് മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കർശന പരിശോധന ഉണ്ടാകുമെന്നാണ് സൂചന. മീഡിയ 1, ദമാം. UAE-യിലെ അലൈൻ നഗരത്തിൽ പെയ്ഡ് പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നു. ഓഗസ്റ്റ് 1 മുതലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് പണം ഈടാക്കുക. ഇതിനായി 121 പേയ്മെന്റ് മെഷീനുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അലൈനിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ടൗൺ സെന്ററിലാണ് ആദ്യഘട്ടത്തിൽ പെയ്ഡ് പാർക്കിംഗ് ഏർപ്പെടുത്തുന്നത്. മെയിൻ സ്ട്രീറ്റ്, പട്ടാണി മാർക്കറ്റ്, പച്ചക്കറി മത്സ്യ മാർക്കറ്റ്, മീന ബസാർ, ഹിൽട്ടൺ റോഡ്, അലൈൻ മാൾ മേഖല, ഖലീഫ സ്ട്രീറ്റ്, ഊദ് ഉത്തോബ എന്നിവിടങ്ങളിൽ വാഹനം നിർത്തിയിടാൻ ആഗസ്റ്റ് 1 മുതൽ പണം ഈടാക്കി തുടങ്ങും. അബുദാബി നഗരത്തിലേതിന് സമാനമായിരിക്കും നിരക്ക്. മണിക്കൂറിന് മേഖലയ്ക്കനുസരിച്ച് 2 മുതൽ 3 ദിർഹം വരെ ഈടാക്കും. ഈ പ്രദേശങ്ങളിൽ മവാക്കിഫിന്റെ 121 മെഷീനുകൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. 2013-ൽ അലൈനിൽ പെയ്ഡ് പാർക്കിംഗ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചു. അന്ന് സ്ഥാപിച്ച മെഷീനുകൾ എടുത്തുമാറ്റുകയും ചെയ്തു. എന്നാൽ വീണ്ടും പെയ്ഡ് പാർക്കിംഗ് നടപ്പാക്കാൻ തീരുമാനിച്ചതോടെ ഉപകരണങ്ങൾ വീണ്ടും സ്ഥാപിക്കുകയായിരുന്നു. വിവിധ പാർക്കിംഗ് മേഖലകളെക്കുറിച്ച് സൂചന നൽകുന്ന പെയിന്റുകളും പൂശിയിട്ടുണ്ട്. സുലൈമാൻ രണ്ടത്താണി, മീഡിയ 1, അലൈൻ. UAE-യിലെ ഇന്ധനവിലയിൽ നേരിയ വർധന. പെട്രോൾ ലിറ്ററിന് 3 ഫിൽസും ഡീസലിന് 4 ഫിൽസും വർദ്ധിക്കും. നാളെ അർദ്ധരാത്രി മുതൽ ഓഗസ്റ്റ് മാസത്തേക്കുള്ള പുതുക്കിയ നിരക്ക് നിലവിൽ വരും.
എല്ലാ ഇനം പെട്രോളിനും ലിറ്ററിന് 3 ഫിൽസ് വീതം വില വർദ്ധിക്കുമെങ്കിലും ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെ നിലവിലുണ്ടായിരുന്ന നിരക്കിനേക്കാൾ താഴെ മാത്രമേ പെട്രോൾ വില എത്തുകയുള്ളൂ. ജൂലൈയിൽ ലിറ്ററിന് 1 ദിർഹം 86 ഫിൽസ് വിലയുണ്ടായിരുന്ന സൂപ്പർ പെട്രോളിന്റെ വില 1 ദിർഹം 89 ഫിൽസായി ഉയരും. സ്പെഷ്യൽ പെട്രോളിന്റെ വില 1 ദിർഹം 75 ഫിൽസിൽ നിന്ന് 1 ദിർഹം 78 ഫിൽസായി വർദ്ധിക്കും. ഇ പ്ലസ് പെട്രോളിന്റെ വില 1 ദിർഹം 68 ഫിൽസിൽ നിന്ന് 1 ദിർഹം 71 ഫിൽസായും വർദ്ധിക്കും. ലിറ്ററിന് 1 ദിർഹം 84 ഫിൽസ് വിലയുണ്ടായിരുന്ന ഡീസലിന്റെ നിരക്ക് 1 ദിർഹം 88 ഫിൽസാകും. ഊർജ്ജ മന്ത്രാലയത്തിന് കീഴിലെ ഇന്ധനവില നിർണയ സമിതിയാണ് പുതുക്കിയ നിരക്ക് പ്രഖ്യാപിച്ചത്. ഈ വർഷം മാർച്ചിലാണ് പെട്രോളിന് ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ചത്. അന്ന് ലിറ്ററിന് 2 ദിർഹം 3 ഫിൽസ് വരെ വിലയെത്തിയിരുന്നു. മീഡിയ 1 ദുബായ്. കുവൈത്തിൽ ശക്തമായ ചൂട് തുടരുന്നു. 50 ഡിഗ്രിയാണ് ഞായറാഴ്ച രേഖപ്പെടുത്തിയ കൂടിയ താപനില. അടുത്ത ഏതാനും ദിവസങ്ങളിൽ കാലാവസ്ഥ ഇതേ നില തുടരുമെന്ന് കുവൈത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വേനൽ കഠിനമായതിനാൽ പകൽ നേരങ്ങളിൽ സൂര്യതാപം നേരിട്ടേൽക്കാതിരിക്കാൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് കുവൈത്ത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കഠിനമായ ചൂടിനൊപ്പം ഹ്യൂമിഡിറ്റിയും അനുഭവപ്പെടുന്നതിനാൽ ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നിർജ്ജലീകരണമുണ്ടാകാതിരിക്കാൻ ധാരാളമായി വെള്ളം കുടിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. നിർമ്മാണ സൈറ്റുകളിൽ ജോലി ചെയ്യുന്നവരാണ് ചൂട് കാരണം ഏറെ ബുദ്ധിമുട്ടുന്നത്. തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച ഉച്ചവിശ്രമ നിയമം ഇത്തരക്കാർക്ക് ചെറിയൊരു ആശ്വാസമാണ്. രാവിലെ 11 മുതൽ വൈകിട്ട് 4 മണിവരെ വെയിലേൽക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്നതിനാണ് വിലക്കുള്ളത്. ഉച്ചവിശ്രമ നിയമം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അധികൃതർ നിരീക്ഷണം തുടരുന്നുണ്ട്. വിലക്കുള്ള സമയത്ത് തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിക്കുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് തൊഴിൽ മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 കുവൈറ്റ് സിറ്റി. കുവൈത്ത് സമുദ്രപരിധിയിൽ നിന്ന് ചെമ്മീൻ വേട്ടയ്ക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നാളെ അവസാനിക്കും. വിലക്ക് പിൻവലിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കാർഷിക മത്സ്യവിഭവ സംരക്ഷണ അതോറിറ്റി അറിയിച്ചു. ചെമ്മീൻ പിടിക്കുന്നതിനുള്ള അനുമതി തേടി 250 ബോട്ടുടമകളാണ് ഇക്കുറി അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തത്. ചൊവ്വാഴ്ച മുതൽ കുവൈത്ത് മാർക്കറ്റുകളിൽ പ്രാദേശിക ചെമ്മീൻ എത്തിത്തുടങ്ങുമെന്ന് ഫിഷർമെൻസ് യൂണിയനും അറിയിച്ചു. ഒമാനിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ വർധന. 7.4 ശതകോടി റിയാലാണ് കഴിഞ്ഞ വർഷം അവസാനം വരെ രാജ്യത്ത് വിദേശ നിക്ഷേപമായി എത്തിയത്. 2015 അപേക്ഷിച്ച് 0.8 ശതകോടി റിയാലിന്റെ വർധനയാണ് ഉണ്ടായത്. ബ്രിട്ടനാണ് ഒമാനിലെ വിദേശ നിക്ഷേപകരിൽ ഒന്നാമത്. 2.797 ശതകോടി റിയാലാണ് ബ്രിട്ടന്റെ നിക്ഷേപം. UAE 924.8 ദശലക്ഷം റിയാലും കുവൈത്ത് 396 ദശലക്ഷം റിയാലുമാണ് ഒമാൻ നിക്ഷേപിച്ചിരിക്കുന്നത്. ഖത്തർ, ബഹ്റൈൻ, ഇന്ത്യ, നെതർലാൻഡ്സ്, അമേരിക്ക, സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് തൊട്ടു പിന്നിലെ സ്ഥാനങ്ങളിൽ. ആരോഗ്യകരമായ സൂചനയാണിതെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് നിക്ഷേപം രാജ്യത്തേക്ക് എത്തുക എന്നത് ശുഭവാർത്തയാണെന്ന് ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ചീഫ് എക്കണോമിസ്റ്റ് ഫാബിയോ സ്കാസിയവില്ലാനി പറഞ്ഞു. എണ്ണ, വാതക, പര്യവേക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ വർഷത്തെ നിക്ഷേപത്തിന്റെ 47%. റിയൽ എസ്റ്റേറ്റ്, റെന്റൽ മേഖലകളിലെ നിക്ഷേപം 8%, മറ്റ് മേഖലകളിൽ 12% വർദ്ധിച്ചു. നിർമ്മാണ മേഖലയിൽ മാത്രം 986 ദശലക്ഷം റിയാലാണ് നിക്ഷേപം. മീഡിയ 1 മസ്കത്ത്. ഭക്ഷ്യവിൽപ്പന നിയമം ലംഘിക്കുന്നവരെ കണ്ടെത്താനായി കുവൈത്ത് മുനിസിപ്പാലിറ്റി ആരംഭിച്ച പരിശോധനാ ക്യാമ്പയിൻ തുടരുന്നു. കഴിഞ്ഞ ദിവസം ഷുവൈഖ്, അൽറായി ഏരിയകളിൽ നടത്തിയ റെയ്ഡിൽ കാലാവധി കഴിഞ്ഞതും കേടുവന്നതുമായ 18 ടൺ ഭക്ഷ്യവസ്തുക്കൾ പിടികൂടി നശിപ്പിച്ചു. 6 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തതായി മുനിസിപ്പാലിറ്റി വൃത്തങ്ങൾ അറിയിച്ചു. ഒമാനിൽ വാഹനാപകടങ്ങളുടെ എണ്ണത്തിൽ കുറവ്. 18% കുറവാണ് അപകടങ്ങളുടെ എണ്ണത്തിലുണ്ടായതെന്ന് ദേശീയ സ്ഥിതിവിവര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം സമാന കാലയളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മരണനിരക്കിൽ 6.5% കുറവാണ് ഉണ്ടായത്. ശിക്ഷ കർശനമാക്കിയതിനൊപ്പം ബോധവൽക്കരണവുമാണ് വാഹനാപകടങ്ങളുടെ എണ്ണം കുറയാൻ കാരണമെന്ന് വിലയിരുത്തുന്നു. മക്ക മേഖല അസിസ്റ്റന്റ് ഗവർണർ അമീർ അബ്ദുള്ള ബിൻ ബന്ദർ ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് ടെർമിനൽ സന്ദർശിച്ചു. തീർത്ഥാടകർ സൗദിയിൽ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിമാനത്താവളത്തിൽ ഒരുക്കിയ സജ്ജീകരണങ്ങൾ ഉറപ്പുവരുത്താനായിരുന്നു അസിസ്റ്റന്റ് ഗവർണറുടെ സന്ദർശനം. ഗതാഗത മന്ത്രിയും സിവിൽ ഏവിയേഷൻ അതോറിറ്റി മേധാവിയുമായ സുലൈമാൻ അൽ ഹമദാനും അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇതുവരെ 40,000 വിദേശ തീർത്ഥാടകരാണ് ജിദ്ദ വഴി ഹജ്ജിനെത്തിയത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഹാജിമാരുടെ സേവനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സൗത്ത് ഏഷ്യൻ മുതവ്വിഫ് സ്ഥാപനങ്ങളുടെ ആസ്ഥാനം സൗദി ഹജ്ജ് മന്ത്രി ഡോക്ടർ മുഹമ്മദ് സാലിഹ് ബന്തൻ സന്ദർശിച്ചു. തീർത്ഥാടകർ പുണ്യഭൂമിയിൽ എത്തുന്ന സാഹചര്യത്തിൽ ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായായിരുന്നു സന്ദർശനം. തീർത്ഥാടകർക്കുള്ള സ്വീകരണം, താമസം, ഭക്ഷണം, വാഹന യാത്രാ സൗകര്യങ്ങൾ, അറഫയിലും മിനായിലും ഒരുക്കുന്ന സൗകര്യങ്ങൾ എന്നിവ മന്ത്രി പരിശോധിച്ചു.
ഇറാനിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം സൗദിയിലെത്തി. ഇറാനിലെ ബന്ദർ അബ്ബാസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ 8 മണിക്കാണ് ആദ്യ സംഘം പുറപ്പെട്ടത്. 3 വിമാനങ്ങളാണ് ഇന്ന് സർവീസ് നടത്തിയതെന്ന് ഇറാൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അറിയിച്ചു. സൗദിയുമായി ഹജ്ജ് കരാർ ഒപ്പുവെക്കാത്തതിനാൽ 2016-ൽ ഇറാനിൽ നിന്നുള്ള തീർത്ഥാടകർ ഹജ്ജ് നിർവഹിക്കാൻ എത്തിയിരുന്നില്ല. 86,500 പേരാണ് ഇത്തവണ ഇറാനിൽ നിന്ന് ഹജ്ജിനെത്തുക.